ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഇത് നമ്മളുടെ മാധ്യമപ്രവർത്തക ജോലി ചെയ്യുകയായിരുന്നു, തത്സമയം ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആ മാധ്യമപ്രവർത്തകയ്ക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിനടക്കം കേസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊന്നും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനോ വരുതിക്ക് നിർത്താനോ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഉറക്കെ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതല്ലേ? അനുജ, ഇത് യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാൻ എനിക്ക് സംശയമുണ്ട്. കാരണം എത്ര അപഹാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ്. യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത്. ആ സേനയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഏതോ 2-3 ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട. നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിന് പോകുന്നത്. വി ഡി സതീശൻ പറഞ്ഞ പോലല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിലൊന്നുമുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും ഞങ്ങൾ. അതെ, ഞാൻ കൊല കൊമ്പൻ. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിന്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു? ഒരു യഥാർത്ഥത്തിൽ ഈ 308 അവരിട്ടപ്പോൾ, IPC 308 ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ? 120B ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ. സ്വതന്ത്രമായി തൻ്റെ ജോലി എടുക്കാൻ വേണ്ടി ഈ ജോലി സ്ഥലത്ത്, ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം 24 വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത്. അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും നിങ്ങൾ കഴിയില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട്, കോടതിയിൽ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ബസ്സിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.